അങ്ങനെ നമ്മുടെ ന്യൂ ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം നടന്ന വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. 2 ദിവസമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് കരുതി. കുറേ സർപ്രൈസസും കുറേ ഗസ്റ്റും അതേപോലെ കുറേ കോംപ്ലിമെൻറ്റ്സ് പിന്നെ കുറേ സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സോ കീപ് വാച്ചിങ് ആൻഡ് വൺസ് അഗൈൻ ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറഞ്ഞ ക്ലീനിങ് അതേപോലെ ഫർണിച്ചർ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ആഴ്ചത്തെ ഉറക്കം പെൻഡിങ് ആയിരുന്നു. അന്ന് രാത്രി ഉറങ്ങിയിട്ട് തന്നെ അല്ല. എന്നിട്ട് നേരെ ഏർലി മോർണിംഗ് 4:30 5 o'clock ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. എന്നിട്ട് ജസ്റ്റ് നമ്മളെല്ലാവരും ഫാമിലി ഒന്നിച്ച് കയറാന്നുള്ള രീതിയിൽ കയറി സുബൈ നിസ്കരിച്ച് എന്നിട്ട് ജസ്റ്റ് പാല് കാച്ചൽ പറഞ്ഞ പാല് വീഴ്ത്തലില്ല, ജസ്റ്റ് പാല് തിളപ്പിച്ച് പായസം വെച്ചു. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പായസമൊക്കെ വെക്കണ തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ അന്ന് മോർണിംഗിൽ ജസ്റ്റ് നമ്മൾ വീട്ടുകാർ അങ്ങനെ നമ്മുടെ പുതിയ കിച്ചണിലെ കുക്കിംഗ് ആരംഭിക്കുന്നു. ബിസ്മില്ല. ജസ്റ്റ് ഫോർ ദ മെമ്മറീസ് കുറച്ച് പിക്ചേഴ്സും അതേപോലെ കുറച്ച് വീഡിയോസ് എടുത്ത് കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കൊണ്ടുവച്ചത്. അങ്ങനെ എല്ലാവരും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ടൊന്ന് നല്ലോണം കടന്നുറങ്ങി. കാരണം മിനിമം ഒരു 1 വീക്കത്തെ ഉറക്കമാണ് ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ അതാ പായസം റെഡി. അങ്ങനെ അന്നത്തെ പരിപാടികൾ കഴിച്ച് ഞങ്ങൾ 2 days ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഹൗസ് വാമിങ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. 2 ദിവസമായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ക്രൗഡ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഒന്നിച്ച് വെക്കണം, കുറച്ച് റിസ്കി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീടൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്നും ഈസി ആയിട്ട് തോന്നിയത് നമ്മൾ സുബൈ നിസ്കരിച്ച് വീട്ടിൽ വന്ന് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്ത് താമസം കഴിഞ്ഞ് എല്ലാതും കിച്ചണും സെറ്റ് ചെയ്തിട്ട് ഹൗസ് വാമിങ് പാർട്ടി നടത്തുന്നത് ഒന്നുകൂടി എളുപ്പമായിരിക്കും എന്നാണ്. അതേപോലെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ പുറത്ത് കുറച്ച് റോഡ് വർക്ക്സൊക്കെ പെൻഡിങ് ഉണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. കാരണം മഴ ആയതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് മെറ്റലൊക്കെ കോരിയിട്ട് സെറ്റ് ചെയ്യായിരുന്നു. എന്തായാലും ജിമ്മിൽ പോകണ്ടല്ലോ. ഈ കാണുന്ന വുഡൻ ബാസ്ക്കറ്റ് ഞങ്ങൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശരിക്കും ഇത് ഒരാൾ കറാമിയിൽ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിയതാണ്. അത് പൂപ്പ് വരുന്നതുകൊണ്ട് അതിന് കുറച്ച് ഓയിൽ റബ്ബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണതാണ്. ഈ കാണുന്ന ബോട്ടിൽസ്, മേസൺ ജാർസ്, അതേപോലെ ടീ കോഫി ഷുഗറിൻ്റെ ജാർസ്, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പർച്ചേസ് വീടിന് വേണ്ടി. 2 years ബാക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഈ കാണുന്ന ടീ സെറ്റ് നിങ്ങൾ ഇതിൻ്റെ മുന്നിലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഈ ഡിന്നർ സെറ്റ് പെർ പീസായിട്ട് ഹസ്ബൻഡ് പാൻ എമിറേറ്റ്സ് നിന്നാണ് വാങ്ങിയത്, അല്ലേനിലുള്ള. അങ്ങനെ ചെറിയൊരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കി നമ്മളെ ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടി. 2 ദിവസമായിട്ടാണ് ഞങ്ങൾ പാർട്ടി നടത്തിയത്. കാരണം നമ്മളെ അടുത്ത ഫാമിലി ഫ്രണ്ട്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലെ കോവിഡാണ്, അതിനും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഫുഡ് പിന്നെ നമ്മൾ വളരെ സിമ്പിളാണ് വെച്ചിട്ടുണ്ടായിന്. പെരിന്തൽമണ്ണയിൽ ഫേമസ് കുക്കായ സുനീർ ഷെഫ് അവരെ ബിരിയാണിയും സുർബിയാൻ റൈസാണ് വെച്ച്. ഇതാണ് നമ്മളെ ബോംബെ സ്പെഷ്യൽ ഡ്രൈ ഫ്രൂട്ട് ഹൽവ, മിക്സ് നട്ട്സ് ഉള്ള. അത് സ്പെഷ്യലി ബോംബെയിൽ നിന്ന് ഉമ്മ കൊണ്ടുവന്നതാണ്. അങ്ങനെ അതും എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടോ.
ഇതിൻ്റെ ഡിയറസ്റ്റ് മെറൂഫ് അതീതി ഉണ്ടാക്കിയൊരു സർപ്രൈസാണ് വീട്ടു പേര് വെച്ചിട്ട് ഹൗസ് വാമിങ് സെലിബ്രേഷൻ ചെറുതായിട്ട്. നമുക്ക് പിന്നെ കേക്ക് കഴിക്കാൻ ഏതുമല്ലേ വേണ്ട. അങ്ങനെ ആദമിന് കേക്ക് വേണം തന്നെ പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കി. അങ്ങനെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്. ഈ കേക്ക് എടുത്ത് പറയാൻ തന്നെ ഉണ്ട്, പ്ലാനറ്റ് കഫേയിലെ ഹണി ആൻഡ് ആൽമണ്ട് കേക്ക് ആയിരുന്നു. ഈ കേക്ക് അന്ന് ഞങ്ങൾ കഴിച്ച ശേഷം സത്യം പറഞ്ഞ ഈ ഫ്ലേവറിൻ്റെ ഫാനായി. പിന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് കാര്യമായിട്ട് പിക്ചേഴ്സൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര ഹറിബറിയിലായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ എങ്കിലും കുറച്ച് ഫാമിലി പിക്ചേഴ്സ് എടുക്കാൻ കരുതി. അങ്ങനെ പിക്ചേഴ്സ് വന്ന നമ്മളെ ഫാമിലിയും ഗസ്റ്റിൻ്റെ കൂടെ എടുത്ത്. താങ്ക്സ് ടു ബ്രദർ സൊഹേൽ, അവൻ കുറച്ചെങ്കിലും വീഡിയോസ് എടുത്തത് കൊണ്ട് എനിക്ക് ഈ വ്ളോഗെങ്കിലും ആക്കാൻ പറ്റി. അവരൊരുവിധം എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ. സത്യം പറഞ്ഞാൽ നല്ലൊരു ഗ്യാതറിങ് തന്നെ ആയി. കാരണം എല്ലാവരും കുറേ കേക്കൊക്കെ കട്ടിങ് കഴിഞ്ഞപ്പോൾ കുറേ എൻജോയ് ചെയ്തു. കുറേ തമാശകൾ പറഞ്ഞിട്ടും കുറേ കളിച്ചും ചിരിച്ചും അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ കഴിച്ച് ഡെസേർട്ട്സ് കഴിച്ച് എല്ലാവരും കുറച്ച് നേരം റിലാക്സായി. അതേപോലെ ഇരുന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്തു. പിന്നെ എൻ്റെ വലിയപ്പയും ബോംബെയിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെ അവരെ കിട്ടൂല. അപ്പോൾ എൻ്റെ സൈഡത്തെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവരെ കൂടെ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഈ 2 ദിവസത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു മൂമെൻ്റ് ആയിരുന്നു നമ്മളെ വേൾഡ് മലയാളി ഹോം ഷെഫ് അലൈൻ ഗ്രൂപ്പിലെ നമ്മളെ ഫൗസിത്ത. അവർ എനിക്ക് വേണ്ടി പേഴ്സണലി ദൂരത്തുനിന്ന് ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കേക്കും പിന്നെ ഗിഫ്റ്റ്സും. ഭയങ്കര ഹാപ്പിയായി, പറയാൻ പറ്റില്ല. കേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാവും. അമ്മാതിരി ഭംഗിയുള്ള കേക്കായിരുന്നു. എവ്രി വൺ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഈ കേക്ക് നമ്മൾ പുത്തനത്താണിയില്ലേ മധുരിമ ബേക്കറി എന്നായിരുന്നു. ഞാൻ അവരെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ലോട്ട് ടു ദ ഓണർ. അവർ സ്വയമാണ് ഫൗസിത്തക്ക് വേണ്ടി എൻ്റെ വീട് വരെ വന്നിട്ട് ഈ ഗിഫ്റ്റ്സും കേക്കും ഡെലിവറി ചെയ്ത് പോയത്. അതേപോലെ അവർ ടപ്പർ വെയറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടപ്പർ വെയറിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആയിരുന്നു ഈ ബോക്സസിലുണ്ടായിരുന്നത്. ആദം വാസ് ഓൾറെഡി ഇൻ ഹിസ് നൈറ്റ് ഡ്രസ്. അവനക്ക് ഉറക്കം വന്ന് വയ്യായിരുന്നു. പക്ഷെ കേക്ക് നമുക്ക് കട്ട് ചെയ്യണ്ടേ. കേക്ക് കണ്ടിട്ട് അവൻ ഉഷാറായി വന്നു. മസ്റ്റ് സേ ദ കേക്ക് വാസ് റിയലി ഡിലീഷ്യസ്. ഇനിയാണ് ഞാൻ ഈ ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്യുന്നത് ടപ്പർ വെയറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. പിന്നെ അവരുടെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അവരോട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓഫേഴ്സും അതേപോലെ എങ്ങനെയാണ് പ്രൊഡക്ട്സ്, എന്തൊക്കെ പ്രൊഡക്ട്സാണ് വരുന്നത്, അതേപോലെ ടിഫിൻസ്, ബോക്സസ്, കണ്ടെയ്നേഴ്സ്, സ്റ്റോറേജ് ജാർസ്, അങ്ങനത്തെ പല ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. ഈ ബോക്സിലായിരുന്നു സ്റ്റീമർ നമ്മൾ ഏത് വീട്ടിലും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഈ സ്റ്റീമർ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് വന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് അലൈനിലാണ്. അപ്പോൾ ഇവിടേക്കൊരു സ്റ്റീമറായി. സന്തോഷം. പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് വന്ന വേറെ ഒരു ഗിഫ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഇത് വെറൊരു മിററല്ല, ഇതാണ് മാജിക് മിറർ. ഈ മാജിക് മിറർ മാജിക് പില്ലോ ഫാക്ടറിന്നാണ്. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പിക്ചേഴ്സിൽ അവരത് കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ അവർ നമ്മളെ പിക്ചേഴ്സ് ചോദിച്ച് നമ്മൾ സെൻഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും അവരത് ആക്കി തരും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീടിരിക്കലിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ പാർട്ടി ഉള്ള വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയൊരു കംപ്ലീറ്റ് ഹോം ടൂർ, സിമ്പിൾ ഹോം ടൂർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. അങ്ങനെ ഇവിടെ അവസാനം ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഡേയ്സിൽ ക്ലിക്ക് ചെയ്ത പിക്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ എല്ലാവരും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ, താങ്ക് യു. ബൈ.